ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പപ്പടം കൊണ്ട് നല്ലൊരു തോരൻ തയ്യാറാക്കാം. ഇത് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ ഒപ്പം കൂടി കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യം നമുക്ക് പപ്പടം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. 20 എണ്ണമുള്ള ഒരു പാക്കറ്റിലെ പപ്പടമാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ചെറുതായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഒരു 10 ചെറിയുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത്, കൂടെ തന്നെ അരക്കപ്പ് തേങ്ങ ചിരകിയത്. ഇനി ആദ്യം നമുക്ക് പപ്പടം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് വറുത്ത് കോരാൻ ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പപ്പടം എല്ലാം ഒന്ന് നന്നായി വറുത്തെടുക്കാം. അധികം മൂപ്പിക്കരുത്. ശേഷം ഒരു പാൻ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ സാദാ ജീരകം കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുന്ന സമയം ഒരു തണ്ട് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ ചെറിയുള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കാം. ചെറിയുള്ളി ഒന്ന് വാടി വരുന്ന സമയം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇളക്കാം. ഇനി ചെറിയൊരു കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി ഇതെല്ലാം കൂടി 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം കൂടി ചേർത്ത് ഇളക്കാം. കുറച്ച് പപ്പടം ഒന്ന് പൊടിച്ചുകൂടി കൊടുക്കാം. വളരെ കുറച്ച് മാത്രം പൊടിക്കാവൂ. നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ പപ്പടത്തോരൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.